സർ, മുൻ മന്ത്രി ജി സുധാകരൻ കൃത്യമായി പറയേണ്ട സമയത്ത് പറയേണ്ട വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നയാളാണ്. പലപ്പോഴും അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ പൊള്ളയായ കാര്യങ്ങൾ, അവകാശവാദങ്ങൾ ഒക്കെ പൊളിച്ചടുക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹം രാഹുലിനെയും പ്രിയങ്കയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മാവേലിക്കര നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഈ രാഹുലിനെയും പ്രിയങ്കയെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? അതെന്തിൻ്റെയെങ്കിലും സൂചനയാണോ? അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? അതോ അദ്ദേഹം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? BJP-യിലേക്ക് വരുമോ എന്നുള്ള സൂചനയാണോ എന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കട്ടെ. പറഞ്ഞിരിക്കുന്നത് സുധാകരനാണ്. സുധാകരൻ വെറുതെ അങ്ങനെ പറയുന്നു, വീൺവാക്ക് പറയുന്ന ആളല്ല. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വിലയിരുത്തലാണ്. ഇവിടെ പഴക്കവും ചെന്ന രാഷ്ട്രീയക്കാരനാണ്. ഈ പാന്റിന്റെ പോക്കറ്റിൽ കൈയുമിട്ട് ഒരു ടീഷർട്ട് വിട്ട് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് ചമഞ്ഞ് നടക്കുന്ന ഒരാൾ എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും മണ്ണിൽ ചവിട്ടിയിട്ടില്ലാത്ത സഹോദരി അവിടെ വയനാട്ടിൽ ഇപ്പോഴാണ് വന്ന് അവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നു. ചെറുവയൽ രാമന്റെ തോളിൽ പിടിച്ചുകൊണ്ട്. ചെറുവയൽ രാമനെ ആരാ ഉയർത്തിക്കൊണ്ടുവന്നത്? നരേന്ദ്രമോദിയാണ്. ഇതുവരെ എന്നിട്ട് എന്താ കൊടുത്തത്? BJP ഗവൺമെന്റ് ആണ്. ആണോ? അല്ല, ഇവര് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നല്ലോ. ആ കാലത്ത് ഇതുപോലുള്ള ആരെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? പ്രാഞ്ചിയേട്ടന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. വാങ്ങി പത്മശ്രീ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലുള്ള ബയോഡാറ്റ ചേർന്നിട്ടുണ്ടെങ്കിൽ അവര് നേരെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് തൊട്ടിയിലേക്ക് എറിയും. എത്ര പേർക്ക് നമ്മൾ അറിയാത്ത, പ്രശാന്തിന് ഒരുപക്ഷെ അറിയാവോ? അപ്പം നമ്മള് ഈ വിഷയം ഇതല്ലെങ്കിലും പറയാം. ഈ ബാംഗ്ലൂരിലെ ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് വിറ്റ് നടന്ന ഒരാൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ സ്കൂൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്ത ഒരു സംഭവം. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുള്ളതാണ്. മറ്റ് ദേശീയ ഇന്റർനാഷണൽ ചാനലുകളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓറഞ്ച് വിറ്റ് സ്കൂൾ നിർമ്മിച്ചു. വലിയ നേട്ടമാണ്. അവരുടെ ഗ്രാമത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൊണ്ടുവരാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു എന്താ പറയണ്ടേ, ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ. തന്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി സമർപ്പിച്ച. തനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, തന്റെ ഗ്രാമത്തിലുള്ളവരെങ്കിലും പഠിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇന്നേ വരെ മണ്ണിൽ ചവിട്ടിയിട്ടില്ലാത്ത ഒരു സഹോദരിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരാണെന്നുള്ളത് ആർക്കും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ശരിയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നടക്കുകയാണ് സുധാകരൻ. മണ്ണിന്റെ മണമില്ലാത്ത, മണ്ണിനെ അറിയാത്ത, കർഷകനെ അറിയാത്ത ഇവരൊക്കെയാണ് ഈ രാജ്യത്തിന്റെ ഞാൻ എന്താ പറയാ പ്രധാനമന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് തള്ളിപ്പിടിച്ച് സുധാകരൻ പിന്നെ പറയുന്നത് കേരളത്തിന്റെ നമ്പർ 1 അവകാശവാദം ഒന്നാം തരം അഹങ്കാരമാണ്. അവിടെയും ഇവിടെയും കൊടുത്തിട്ടുണ്ട്, രണ്ടിടത്തും കൊടുത്തു എന്നുള്ളതാണ്. കേരളം കുറച്ച് നാളായിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം എല്ലാം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അതിന് ഇത്തിരി കൂടെ അഹങ്കാരം കൂടിയത്. ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ കുഴപ്പമില്ലാതെയൊക്കെ പോയി. അതുകൊണ്ടാണല്ലോ തുടർഭരണം കിട്ടുകയും ചെയ്തു. അതൊക്കെ പല ദുരന്തങ്ങളും അനുകൂല സാഹചര്യത്തിലേക്ക് മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷെ പിന്നീട് സംഭവിച്ചതെല്ലാം ദുരന്തമായിരുന്നു. പിണറായി വിജയൻ അതിനേക്കാളും വലിയ ദുരന്തമാണ്. അതിന് തിരിച്ചടി കൊടുക്കാനായിട്ട് ജനം 2026 കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. മുമ്പ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരോഗ്യ മേഖല കൂപ്പുകുത്തിയില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസന്റെ ഒരു പറച്ചിലൂടെ മുഴുവൻ ചീട്ടുകൊട്ടാരം, ആരോഗ്യ മേഖലയുടെ പൊലിപ്പം എന്താണെന്ന് ജനത്തിന് മനസ്സിലായി. വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയായിട്ട് ഇരുത്താമോ ഇല്ലയോ എന്നുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആരോഗ്യവും വിദ്യാഭ്യാസത്തെയുമാണ് ഇവർ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്പർ 1 എന്ന് ഘോഷിക്കുന്നത്. അതിനെയാണ് സുധാകരൻ
അട്ടിമറിച്ചിട്ടോ വലിച്ചു കീറി കൈ കൊടുക്കും. സുധാകരൻ പറയുന്നത് ശരിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ. വിദ്യാഭ്യാസ രംഗത്ത് ഏത് തരത്തിൽ അവകാശപ്പെടാൻ നമ്പർ 1 ആണെന്ന്. സർവകലാശാലകളിലെല്ലാം കൂടെ 10-35,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. പിള്ളേർ പഠിക്കാൻ വേറെ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ പണക്കൊഴുപ്പുള്ളതുകൊണ്ടാണ്? ഒന്നുമല്ല. അതൊക്കെ കടം വാങ്ങിച്ചും ലോൺ എടുത്തും വസ്തുവകകൾ വിറ്റിട്ടുമാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് പോയത്? ഇവിടുത്തെ പഠിച്ചിട്ട് പ്രയോജനമില്ല, നല്ല ജോലി കിട്ടില്ല, പഠിക്കാനും പറ്റുന്നില്ല. പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കലഹം, അവിടെ സ്വസ്ഥമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അവിടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരണം, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നല്ല പറയേണ്ടത്, രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെ അതിപ്രസരണമാണ് അവിടെ. പണ്ട് കാലത്ത് സമരമുണ്ട്, പക്ഷെ അത് ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക. അപ്പൊ ഒരു സമര വഴികളും ഒക്കെ കുട്ടികൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ന് അതല്ലല്ലോ, വെറും ഗുണ്ടായിസമാണ്. അപ്പം നമ്മുടെ ഉപരിപഠനം എല്ലാം തീർന്നില്ലേ? ഹയർ എഡ്യൂക്കേഷൻ മുഴുവൻ തകർന്നു. ഗവേഷണ മേഖലയായാലും ഒക്കെ തന്നെ. അതുകൊണ്ടാണ് കുട്ടികൾ കേരളം വിട്ടുപോകാൻ തയ്യാറെടുത്തത്. പിന്നെ വിദേശത്തേക്ക് പോകുന്നു. പോയവരെന്ത് ചെയ്യും? അവിടെ തന്നെ ജോലിയും വാങ്ങി അവിടെ തന്നെ കഴിയാനായിട്ട് നോക്കും. ഇവിടെ കേരളത്തിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മന്ത്രി ബിന്ദു വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം കുത്തഴിഞ്ഞു. ഇവരാണ് ഈ വിദ്യാഭ്യാസത്തെ 2ആയി തിരിച്ചു കൊണ്ടുവന്നത്. ശരിയായിക്കൊള്ളട്ടെ. അല്ല, അത് സാങ്കേതികമായിട്ട് ശരിയാണ്. 2 രീതിയിൽ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവുമായിട്ട് മാറ്റി ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതിനൊന്നും ആരും ഇവിടെ വിരോധം. അതൊക്കെ വന്നപ്പോ എല്ലാരും പ്രതീക്ഷിച്ചത് ഇത് കൂടുതൽ ശരിയാകുമെന്നാണ്. പക്ഷെ കൂടുതൽ കുത്തഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സർവകലാശാലകളെ മുഴുവൻ തകർന്നു. സാറേ, ഞാൻ സുധാകരനിലേക്ക് തിരിച്ചു വരാം. സുധാകരൻ ഈ ഒരുപോലെ CPM-നെയും കോൺഗ്രസിനെയും ഇങ്ങനെ വിമർശിക്കുമ്പോൾ അത് എന്തിന്റെ സൂചനയാണ്? അങ്ങ് പറഞ്ഞു നമുക്കത് മാറ്റിവെക്കാം, രണ്ടാമത് ആ വിഷയം എടുക്കാന്ന് പറഞ്ഞു. അത് BJP-യിലേക്കുള്ള സുധാകരന്റെ ഒരു പോക്കിനെയാണോ സൂചിപ്പിക്കുന്നത്? BJP സ്ഥാനാർത്ഥിയാകാൻ, അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? മുമ്പും പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്. ഈ 2021 മുതൽ ഇങ്ങോട്ട് എല്ലാം നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സാധ്യത നമുക്ക് കാണുന്നുണ്ട് BJP-യോടൊരു ചായ്വ്. കാരണം എപ്പോഴോ ഇദ്ദേഹം നരേന്ദ്രമോദിയെയും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലേ ആലപ്പുഴയിലോ. അല്ല, അദ്ദേഹം PWD മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തുറന്നു പറഞ്ഞു, മുമ്പ് ഒരിക്കലും കിട്ടാത്ത പരിഗണനയാണ് ഈ ദേശീയപാത, കേരളത്തിലെ മറ്റ് റോഡുകൾ, സംസ്ഥാന പാത അടക്കം റോഡുകളുടെ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ മുമ്പ് ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം 2016 മുതൽ 2021 വരെയുള്ള കാലത്തിനിടയ്ക്ക് അദ്ദേഹം പല ആവർത്തി പറഞ്ഞു, ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. അതെ. അപ്പം തുറന്ന് അദ്ദേഹം പറയാൻ തയ്യാറാണ്. നമ്മുടെ തരൂര് ചില കാര്യങ്ങൾ നരേന്ദ്രമോദിയെ പറ്റി പറയുന്നത് പോലെ ഇവിടെയും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചില BJP നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു, അല്ലേ? അതെ. പൊതുവെ ഒരു ചായ്വ് അദ്ദേഹം കാണിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചോദിക്കും, ഇവിടെ LDF-നകത്ത് CPM-നകത്ത് ഇപ്പൊ സ്ഥാനമാനം ഇല്ലാത്തതുകൊണ്ട് അധികാരം മോഹിച്ച സുധാകരൻ അങ്ങനെ അധികാരമോഹിയൊന്നുമല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ സാർ തിരിച്ചൊരു കാര്യം പറയണം. സുധാകരന് പ്രായത്തിന്റെ ഇളവ് കൊടുത്തില്ല, പിണറായിക്ക് കൊടുത്തു. സുധാകരൻ ഇല്ലാത്ത എന്ത് മെച്ചമാണ് പിണറായി വിജയനിൽ നമുക്ക് പറയാൻ കഴിയുക? സുധാകരൻ ഇരുന്ന വകുപ്പ്, PWD വകുപ്പിൽ അഴിമതിയുടെ ഒരു ചെറിയ ആരോപണം പോലും ഉയർന്നിട്ടില്ല അദ്ദേഹം ഇരുന്ന കാലത്ത്. അഴിമതിയുടെ കൂത്തരങ്ങായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിനെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്, ഒരു വെള്ളാന എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇരുന്ന കാലത്ത് പ്രതിപക്ഷം മറ്റു പല വിഷയങ്ങളിലും അഴിമതി ആരോപിച്ചു. പിണറായി വിജയന്റെ വകുപ്പിനെതിരെ ആരോപിച്ചു, ആരോഗ്യ വകുപ്പിനെതിരെ ആരോപിച്ചു, ഒക്കെ ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ അടക്കം മുഖ്യമന്ത്രി ആരോപണ വിധേയനായി. പക്ഷെ അപ്പോഴൊക്കെ സുധാകരന് നേരെ, അദ്ദേഹത്തിന്റെ കുപ്പായത്തിന് നേരെ ചെളി തെറിപ്പിക്കാൻ ആരും മുതിർന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല. അദ്ദേഹത്തിന് നേരെ ഒരു അഴിമതിയും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു മരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളിലും വലിയ നോട്ടമൊന്നും ഇല്ല. അതിനുവേണ്ടി കടിപിടി കൂടുന്നതാണ്. മന്ത്രി മന്ദിരത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം മാത്രമായിട്ടാണ് വന്നു കഴിഞ്ഞത്. കുടുംബസമേതമൊന്നും ഇങ്ങോട്ട് വന്നില്ല. വെള്ളിയാഴ്ചകൾ അദ്ദേഹം നാട്ടിലേക്ക് പോകും, അവിടുത്തെ മണ്ഡലത്തിലെ കാര്യങ്ങളും നോക്കും, വീട്ടിലെ കാര്യങ്ങളും നോക്കും. ഇപ്പോഴും അദ്ദേഹം അവിടെ പൊതു ഇടങ്ങളിലൊക്കെ നടക്കുകയും ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ഇപ്പോഴും വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. അത് ചിലപ്പോൾ BJP
ചില അനുകൂല സാഹചര്യങ്ങളിലേക്ക് പോകും. BJP നോട്ടമിട്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അവിടെ ആലപ്പുഴ അത്ര മോശമല്ലാത്ത സ്വാധീനമുള്ള BJPക്കും സംഘപരിവാറിന് മൊത്തത്തിൽ RSSന് വിശിഷ്യ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. ശോഭാ സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരം കായംകുളത്തടക്കം അവർ വലിയ കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, ചേർത്തല ഈ മണ്ഡലത്തിലൊക്കെ അവർ കരുനാഗപ്പള്ളിയിലടക്കം അവർ വലിയ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയിലല്ല വരുന്നത് എങ്കിലും പാർലമെന്റ് മണ്ഡലം ഹരിപ്പാട് ചെന്നിത്തല ഭയന്നായിരിക്കുന്നത്. BJP തൊട്ട് താഴെ ഉണ്ട്. അതെ, ശോഭാ സുരേന്ദ്രൻ ഹരിപ്പാട് വന്ന് മത്സരിക്കുമോ എന്ന ഒരു ഭയം ചെന്നിത്തലയ്ക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും സുധാകരന്റെ ഈ നീക്കം എന്നല്ല, അദ്ദേഹം ഉള്ളത് പറഞ്ഞു. അത് അദ്ദേഹത്തെ BJPയിൽ എത്തിക്കാനുള്ള സകല സാധ്യതകളും ഒരുപക്ഷെ BJP അതിന് ശ്രമിച്ചേക്കും. BJP ശ്രമിക്കും എന്തായാലും.